മുൻ കൊട്ടാരക്കര എം.എൽ.എ. ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നു. കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലാണ് ഐഷ പോറ്റി പങ്കെടുക്കുന്നത്. അതേസമയം ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടി അനുമതി വേണ്ടതില്ല എന്നാണ് ഐഷ പോറ്റിയുടെ പ്രതികരണം. മാതൃഭൂമി ന്യൂസിനോടാണ് അക്കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞത്. താൻ എം.എൽ.എ. ആയിരിക്കെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോലും CPM ക്ഷണിക്കുന്നില്ല എന്നും പഴയതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നും അനിഷ്ടം തുറന്നു പറയുന്നു ഐഷ പോറ്റി. പരിപാടികൾ സജീവമല്ലാത്ത അങ്ങ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ഒരു രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പരിപാടിയല്ലത്. കോൺഗ്രസിൻ്റെ സംഘടിപ്പിച്ചാണോ എന്നറിയില്ല. അതൊരു പൊതുപരിപാടിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണമുണ്ട്, ഞാനും കൂടി ഒന്ന് പങ്കെടുക്കണം മുൻ MLA എന്നുള്ള നിലയിൽ. ഞാൻ ചോദിച്ചാൽ അതെന്താ എന്നെ വിളിച്ച് എല്ലാവരും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. എല്ലാവരും ഉണ്ടോ? അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെയും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു MLA എന്നുള്ള നിലയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഭയിൽ ഒരുമിച്ചുണ്ടാകുമ്പോൾ ആ ഒരു ഓർമ്മകളുണ്ടല്ലോ, അതൊന്ന് പറയാമല്ലോ. അതിനെ എനിക്കൊരിക്കലും വേറൊന്നായിട്ട് കാണണ്ട. ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അത്. ഞാൻ എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പ്രൊഫഷനിലാണ് ഇപ്പോൾ കൊടുത്തത്. ഞാൻ എൻ്റെ വക്കീൽ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. താങ്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഉദ്ഘാടനങ്ങൾക്ക് പോലും പലപ്പോഴും വേദികൾ കാണാറില്ല. എന്നെ വിളിക്കാത്തടത്ത് ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ പങ്കെടുപ്പിക്കാതെ ചുമ്മാ ഞാൻ പോയി എന്തോന്ന് കാഴ്ചക്കാരിയായിട്ടിരിക്കണോ? അത്രയേ ഉള്ളൂ എനിക്ക് വില. അത് ശരിയല്ലല്ലോ. അങ്ങനെ എനിക്ക് എന്നെ പങ്കെടുക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ എന്നൊരു നോട്ടീസിലൊരു പേരോ എന്തെങ്കിലും ഇല്ലാതെ ഞാൻ വെറുതെ അവിടെ പോയി ഇരിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയായിട്ട് സംസാരിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ള എന്തിനാ ചോദിക്കുന്നത്? ഞാൻ കമ്മിറ്റിയിലൊന്നും ഇല്ല. പിന്നെ ഞാൻ ആരോടാ ചോദിക്കണ്ടേ? ഞാൻ കമ്മിറ്റിയിലില്ലല്ലോ. ഇപ്പം എൻ്റെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ സ്വാതന്ത്ര്യം ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളതല്ലേ. CPM ബന്ധമേ ഇല്ല ഒരാളുമായിട്ട്. എനിക്ക് അങ്ങനെ എല്ലാവരോടും ഇഷ്ടമാണ്. CPM-നോടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രധാനപ്പെട്ട ജനപ്രതിനിധി എന്ന ആൾക്ക് ഇപ്പോൾ CPM ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരിടത്തും സജീവമായിട്ട് കാണുന്നില്ലെന്ന്. ഒരു നോട്ടീസിൽ പോലും പേര് ഞാൻ പങ്കെടുക്കണം എന്ന് വെച്ചാലല്ലാതെ ഞാൻ വേറൊരു ഇതായിട്ട് പോയി കാഴ്ചക്കാരിയായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ ഉത്തരം പറയണതിന്. ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉത്തരം വേറൊരാളാണെങ്കിൽ, കുറേ വർഷം MLA ആയിരുന്ന ആൾ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആൾ, അവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റ് ആയാലും എന്ത് തന്നെ ആയാലും അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ആരാ തീരുമാനിക്കുക? വെറുതെ ഞാൻ കേട്ടറിഞ്ഞ് അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമുണ്ടോ എന്ന് ഉത്തരം പറയും. ഇങ്ങോട്ട് പറഞ്ഞ ഉത്തരം ഞാൻ ആരും മാറ്റിയെന്ന് പറയത്തില്ല. ആ സാഹചര്യം എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ സാഹചര്യം പാർട്ടി ഉണ്ടാക്കിയതാണോ? എനിക്കത് പറയാൻ അറിഞ്ഞൂടാ. ആരുണ്ടാക്കിയതെന്ന് ഞാൻ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യമില്ലാതെ ഒരിടത്ത് പോയി ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റേതായ ഒരു ഫീൽഡ് ഉണ്ട്. അതാണ് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുള്ള കഥയുണ്ട്, വാസ്തവമുണ്ടോ? ആ ഒരു കാര്യം എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ ഇപ്പോഴോ ഉള്ള ഒരു കാര്യമേ അല്ല. ഒന്നും അതിനെപ്പറ്റി യാതൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല. സ്വതന്ത്രയായി കോൺഗ്രസിനോട് മത്സരിക്കുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നുമില്ല. മത്സരിക്കില്ല എന്ന് പറയുന്നില്ല. ഒന്നുമില്ല. ഐഷ പോറ്റി തുറന്നടിക്കുകയാണ്. CPM-മായി ഒരു ബന്ധവുമില്ല എന്ന് ഒരു സംശയത്തിനും ഇടം നൽകാത്ത തരത്തിൽ തന്നെ ഐഷ പോറ്റി പറയുന്നു. കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയതിലെ രാഷ്ട്രീയമാണ് ഇനി സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുക. പാർട്ടി കമ്മിറ്റികളില്ല. താൻ MLA ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ പോലും ക്ഷണിക്കാതെ ഞാൻ അവിടെ ഒരു കാഴ്ചക്കാരിയായി പോയി ഇരിക്കേണ്ടതുണ്ടോ? ഏത് ഘടകത്തിലാണ് താൻ പരിപാടികൾക്ക് പോകുമ്പോൾ അനുമതി വാങ്ങേണ്ടത്? അങ്ങനെ ഒരു ഘടകത്തിലും ഇല്ല എന്നുകൂടി അവർ പറയുന്നു. അത്ര വില കുറച്ചാണോ തന്നെ കാണേണ്ടത് എന്നുള്ളത് അവർ തിരിച്ചു ചോദിച്ചു. ഐഷ പോറ്റി ഒരു വനിതാ നേതാവാണ് എന്നത് മാത്രമല്ല, CPM-ന് കൊല്ലം ജില്ലയിൽ വലിയ പ്രതിസന്ധി നേരിട്ട മേഖലയായിരുന്നു കൊട്ടാരക്കര മേഖല. ബാലകൃഷ്ണപിള്ളയുടെ അപ്രമാദിത്വം. ആ കൊട്ടാരക്കര മേഖലയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് 2000-ൽ മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാകുന്നു. പിന്നീട് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അധികായനായ, ആ സമയത്ത് കേസിലക്കപ്പെട്ട ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിട്ടാത്ത ഒരു സീറ്റ് വിജയിച്ചു വരുന്നു. പിന്നെ തുടർച്ചയായി 3 ടേം കൊട്ടാരക്കരയിൽ നിന്ന് MLA ആണ്. 3 ടേം MLA ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ടിയിൽ പ്രധാനപ്പെട്ട പദവികൾ അവർക്ക് നൽകിയിരുന്നേ ഇല്ല. ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഒതുക്കുകയായിരുന്നു. ജനാധിപത്യ മഹിളാ ഫെഡറേഷന്റെ ഭാഗമായിട്ടൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി ആ പരിഗണന അന്നും നൽകിയിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ 21 തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലാണ് അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്ത് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു. ഇനി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നതാണ് ചോദ്യം. കോൺഗ്രസിലേക്കുണ്ടോ? കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രയായി മത്സരിക്കുമോ അതോ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു പാർട്ടിക്കാരി, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കോൺഗ്രസിന്റെ സ്വതന്ത്രയായി മത്സരിക്കുമോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. സാധാരണഗതിയിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ഒരു
പ്രതികരണമായി വരേണ്ടത്. പക്ഷെ ഐഷ പോറ്റി അങ്ങനെ പറയുന്നില്ല എന്നതുപോലും വലിയ സൂചനയാണ്. കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയുള്ള സ്ഥലമാണ് കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പായി. നേരത്തെ കേരള കോൺഗ്രസ് വിജയിച്ചിരുന്നതാണ്. അവിടെ UDF വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പിൽ. തുടർച്ചയായ തോൽവിയായിരുന്നു. നേരത്തെ അവിടുത്തെ കൊട്ടാരക്കരയിലെ പ്രമുഖരായ മുരളി ഡോക്ടറെ ഐഷ പോറ്റിക്കെതിരെ ആദ്യം മത്സരിപ്പിച്ച് പരാജയപ്പെട്ടു. പിന്നീട് സബിൻ സത്യൻ മത്സരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രശ്മി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പല സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചെങ്കിലും വിജയിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു.